എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നു മതി വസിക്കാം. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹീതമായ ഒരു ദിവസം എല്ലാവർക്കും പരിശുദ്ധ തൃത്വത്തിന്റെ നാമത്തിൽ നേരും. അനുഗ്രഹീതമായ ഓരോ ദിവസവും പരിശുദ്ധ നോമ്പിന്റെ ഓരോ ദിവസങ്ങളിലും നാം പരിശുദ്ധ നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ പ്രാർത്ഥനയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത്. പ്രാർത്ഥനയെപ്പറ്റി വേദപുസ്തകത്തിലും മറ്റുമുള്ള ചില കാര്യങ്ങൾ നാം ഏറ്റെടുത്ത് അതിനെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു. പ്രാർത്ഥനയുടെ ഏറ്റവും മഹത്തായ ഒരു രൂപമാണ് നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന. പരിശുദ്ധ പ്രാർത്ഥനയാണ്. ലോകത്തെല്ലായിടത്തും ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയിൽ ഉൾച്ചേർന്നിരിക്കുന്ന 7 അംശങ്ങളെപ്പറ്റി, 7 അപേക്ഷകളെപ്പറ്റി നമുക്ക് അല്പമായി ചിന്തിക്കാം. ഇതിൽ 1-2 കാര്യങ്ങൾ ഇന്ന് നമുക്ക് വിചിന്തനം ചെയ്യാം. ബാക്കി അടുത്തു വരുന്ന ദിവസങ്ങളിൽ നമുക്ക് വിചിന്തനം ചെയ്യാം. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുക, ഈ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കേണ്ട ആ ഒരു തലത്തിലേക്ക്, വിളിക്കാവുന്ന ഒരു തലത്തിലേക്ക് നാം എത്തിച്ചേരുന്നത് അതിമഹത്തായ ഒരു കാര്യമാണ്. നമ്മുടെ ലക്ഷ്യത്തിൻ്റെ സാക്ഷാത്കാരമാണത്. ആബാ പിതാവേ. പിതാവിനെ ആരാണ് പിതാവെന്ന് വിളിക്കുക? മക്കൾ. അപ്പോൾ നമ്മെ പിതാവായ ദൈവം തൻ്റെ പുത്രനിലൂടെ പുത്രസ്വീകാര്യത്തിലേക്ക്, പുത്രസ്ഥാനത്തേക്ക് ഉയർത്തിയത് വഴിയായി നാം പിതാവിനെ ആബാ പിതാവേ എന്ന് വിളിക്കാനുള്ള വലിയ കൃപ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ കൃപ നമുക്ക് പ്രാപിക്കുവാൻ നമ്മെ സജ്ജമാക്കുന്നത് കർത്താവ് യേശു മിശിഹായാണ്. തൻ്റെ പിതാവിനെ പിതാവേ എന്ന് വിളിക്കുവാൻ കർത്താവ് പഠിപ്പിക്കുകയാണ്. ഏറ്റവും മഹത്തായ കാര്യം, കർത്താവ് ഈ ലോകത്തിൽ ഏറ്റവും മഹത്തായി കാണിച്ചെന്ന കാര്യം, എൻ്റെ പിതാവ് പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുകയും. എപ്പോഴും പിതാവുമായുള്ള സംസർഗത്തിൽ ആ ഒരു ചിന്തയിലായിരുന്നു യേശു. അപ്പോൾ കർത്താവിൻ്റെ അടുക്ക് ശിഷ്യന്മാർ തങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് അപേക്ഷിച്ച് വരുമ്പോൾ യേശു പഠിപ്പിക്കുന്ന പ്രാർത്ഥന, കർത്തൃപ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ദൈവത്തെ പിതാവായി കാണുവാൻ നമുക്ക് സാധിക്കണം. അതിന് തത്തുല്യമായ സ്വാതന്ത്ര്യമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഇനിമേൽ നിങ്ങൾ ദാസന്മാരല്ല, നിങ്ങൾ പുത്രന്മാർ, സ്നേഹിതന്മാരാണെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ പിതാവിനെ ആബാ പിതാവേ എന്ന് വിളിക്കാനുള്ള ഒരു വലിയ സ്വാതന്ത്ര്യം നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അതിനർത്ഥം? നാം വിലയുള്ളവരാണ്, ശ്രേഷ്ഠരാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ അവിടുന്ന് നമുക്ക് വരം നൽകിയിരിക്കുമ്പോൾ നാം ഏറ്റവും സ്വാതന്ത്ര്യത്തോടു കൂടെ പിതാവേ എന്ന് വിളിക്കണം ദൈവമക്കളെ. നമ്മുടെ വേദനകളിൽ, നമ്മുടെ സഹനങ്ങളിൽ, നമ്മുടെ ദുഃഖങ്ങളിൽ, നമ്മുടെ പ്രതിസന്ധികളിൽ നാം വിളിക്കണം, പിതാവേ എൻ്റെ മേൽ കനിയണമേ, പിതാവേ എന്നെ അനുഗ്രഹിക്കണമേ. ആബാ പിതാവേ അനുഭവത്തിലേക്ക് നാം ഉയരണം. അതാണ് ഈ പ്രാർത്ഥന, ആബാ പിതാവേ. ഈ പ്രാർത്ഥന നമ്മെ ശക്തരാക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.